നിന്നുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ കഴിയും, ഞങ്ങൾക്ക് ഒരുവനെ മാത്രമേ ഞങ്ങൾക്ക് ഉയർത്തി കാണിക്കാൻ കഴിയത്തുള്ളൂ. യഥാർത്ഥമായി നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് ഈ ഭൂമിയിൽ വന്ന് 33 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച് യേശു മരിക്കാൻ സ്വയം ഏൽപ്പിച്ചു കൊടുത്ത ഒരു നേതാവാണ് കർത്താവ് യേശു ക്രിസ്തു. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നുണ്ട്, യേശുവിനെ കൊന്നവനല്ല, മരിക്കാൻ വേണ്ടി സ്വയം ഏൽപ്പിച്ചു കൊടുത്ത ഒരു നേതാവുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഈ നിമിഷം ഞങ്ങൾ ഉയർത്തിക്കാണുന്നത് യേശുവാണ്. പിലാത്തോസിന്റെ കോടതി 4 കോടതി 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചിട്ടും അവർ വിളിച്ചു പറഞ്ഞു, ഒരു കുറ്റവും ഇവന്റെ മേൽ കാണുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ സകല പാപവും നമ്മുടെ സകല രോഗവും യേശു ഏറ്റെടുത്തു? ആ യേശു ഏറ്റെടുത്തുകൊണ്ട് ആ ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ഒരു യേശുവിനെ ഞങ്ങൾ ഉയർത്തുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ നിമിഷം വാക്ക് ഞങ്ങൾ നിർത്തുകയാണ്. അപ്പോൾ ഇന്ന് ഈ നിമിഷം ഞങ്ങൾ കേൾക്കുന്ന ദേശത്തിന് പറയുക, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമില്ലാതെ എത്ര ദിവസമായി ഒന്ന് ഉറങ്ങിയിട്ട് പലപ്പോഴും ഞാൻ എന്തിനാ ജീവിക്കുന്നത് ഓർത്തുകൊണ്ട് ആത്മഹത്യയെ കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കുന്നുവെങ്കിൽ, പ്രിയ സ്നേഹിത, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ആത്മഹത്യയിൽ പരിഹാരമായി അല്ല, ഇന്ന് രാത്രിയിൽ നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്. നീ ഏത് ഇരിപ്പിടത്തിരുന്നാൽ ഏത് സ്ഥലത്തിരുന്നാലും ഇല്ല, യേശുവേ, ആ യേശുവിനെ എനിക്ക് വേണമെന്ന്